സീനു, എന്തോ GPS ട്രാഫിക് ജാമാന്ന് കാണിക്കുന്നല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, നേരെ പോയിട്ട് അവിടെ സർവീസ് റോഡിലേക്ക് വണ്ടി കയറ്റിക്കേ. സീത, കാർ എവിടെയെങ്കിലും നിർത്തുന്നവരെ ദയവ് ചെയ്ത് എന്നോടൊന്നും ചോദിക്കരുത്. പ്ലീസ് കം വിത്ത് മീ, ഓക്കെ? സീനു, ശ്രദ്ധിക്ക്, വണ്ടി എവിടെ നിർത്താൻ പാടില്ല, നേരെ വിട്ടോ. ലെഫ്റ്റിലേക്ക് പോ. Looking so pretty, Pri. ഇപ്പോഴും ഉറങ്ങാൻ പോവാണോ? എനിക്കിവിടെ സീത എന്ന് പേരുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്. അവൾക്കൊരു മോളുണ്ട്. അവളുടെ പേര് സിഹി. അവൾക്ക് ഇപ്പൊ 5 വയസ്സായിട്ടുള്ളൂ. അവള് നിന്നേക്കാളും ലേറ്റ് ആയിട്ടാ ഉറങ്ങാറ്. സയന്റിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാ സൂര്യൻ അസ്തമിച്ച ശേഷം നമ്മൾ വേഗം ഉറങ്ങണം അത്രേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുമ്പോഴെങ്കിലും എണീക്കണം. അത് ആരോഗ്യത്തിന് വളരെ നല്ലതാ. ഓക്കെ, ഗുഡ് നൈറ്റ്. നമുക്ക് ഈ ടോപ്പിക്കിനെ പറ്റി പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ സംസാരിക്കാം. ഇന്നില്ലേ, എനിക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് ക്ലാസ് കേൾക്കാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ല. എന്താണെന്ന് വെച്ചാ ഫൈനലി എന്റെ മനസ്സിലുള്ള ആൾക്ക് എന്റെ ഫീലിങ്സ് മനസ്സിലായിട്ടുണ്ടെന്ന് അവൻ തന്നെ എന്റെ മുന്നിൽ വന്ന് പറഞ്ഞ പോലെ. ഇന്ന് രാത്രി എന്തായാലും എനിക്ക് ഉറക്കം വരില്ല. ഇനി എനിക്ക് ഉറക്കം വരണമെങ്കിൽ ഞാൻ അവനോട് പോയി ഐ ലവ് യു പറഞ്ഞ് അവൻ എന്നോട് ഐ ലവ് യു പറയുന്നത് എനിക്ക് എന്റെ ചെവി കൊണ്ട് കേൾക്കണം. നീ കിടന്നോ, ഗുഡ് നൈറ്റ്. ഓ, ഞാൻ എന്തൊരു ലൂസാ. സ്വിച്ച് ഓൺ ആക്കാതെ ചാർജ് ചെയ്യാൻ വെച്ചേക്കുന്നു. ഇതിനാണെങ്കിൽ ചാർജും ഇല്ല. മാനേജ് ചെയ്യാൻ പറ്റുമോ? പോകുന്നത് എന്റെ ആളുടെ കൂടെയാണെങ്കിൽ ഞാൻ എന്തായാലും സേഫാ. ബൈ മോളെ ശുഭലക്ഷ്മി. തെറ്റായിട്ട് എടുക്കരുതേ. എങ്ങോട്ടേ ഇപ്പൊ പോകുന്നേ? അതും ഈ സമയത്ത്? ഈ നേരത്തോ? നീ 10 മണിക്ക് ഉറങ്ങുമെന്ന് കരുതി ബാംഗ്ലൂർ ഈ നേരത്ത് ഉറങ്ങുന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? ഈ സിറ്റിക്ക് പകലും രാത്രിയും തമ്മിലുള്ള വ്യത്യാസമില്ല. ഇനി കുറച്ചു ദിവസം കഴിയുമ്പോൾ നീയും ഈ ടൈമിലേക്ക് അഡ്ജസ്റ്റ് ആയിട്ട് വരും. കാലം എത്ര മാറിയാലും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കണ്ടേ? എങ്ങനെ വിശ്വസിക്കും ഇപ്പോഴത്തെ കാലത്തെ ചെക്കന്മാരെ? ടിവിയിലും പേപ്പറിലൊക്കെ നോക്കുമ്പോ നിങ്ങൾ പറയുന്നത് പോലെ അല്ലാന്ന് എനിക്ക് തോന്നുന്നേ. വെറും ചീത്ത വാർത്തകള്. നിങ്ങൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണേ. നീ പറഞ്ഞത് കറക്റ്റാ. പക്ഷേ നിനക്ക് എന്റെ ആളെ കുറിച്ച് അറിയില്ല. അത്രയ്ക്ക് പാവം. ഒരു ദിവസം ഞാൻ നിന്നെ പരിചയപ്പെടുത്താം, അപ്പൊ മനസ്സിലാവും. ഗുഡ് നൈറ്റ്. നമ്മള് കുറച്ച് സമയം ഇവിടെ ഇരിക്കുന്ന സേഫ് എന്ന് തോന്നുന്നു സീത. പോലീസിനെ ഇൻഫോം ചെയ്തിരുന്നു ഞാൻ. അവര് വരുന്നവരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാല്ലേ? അല്ല, അവരൊക്കെ ആരാ? നമ്മളെ എന്തിനാ വെറുതെ ഫോളോ ചെയ്യുന്നത്? ഐ റിയലി ഡോണ്ട് നോ.
ഇത് ആദ്യമായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതിന്റെ എല്ലാം പുറയിൽ ആരാന്ന് എനിക്കറിയണം. ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. അവരവിടത്തോടെ നമ്മളെ ഫോളോ ചെയ്തോണ്ടിരിക്കുക. നീ എന്നോടെന്താ കാര്യം എന്താന്ന് പറയാത്തെ? താനത് കേട്ട ടെൻഷൻ അടിക്കുവോ, ഇനി അത് തന്നെ ഓർത്ത് രാത്രി ഉറക്കമില്ലാതൊക്കെ ഇരിക്കുമെന്നൊക്കെ ഓർത്തിട്ടാ ഞാനത് പറയാഞ്ഞേ. എന്തായാലും കുറച്ച് സമയം കൂടി ഇവിടെ ഇരിക്കേണ്ടി വരും. താൻ ഓക്കെ അല്ലേ? ഇറ്റ്സ് ഓക്കെ, ഇവിടെ കുഴപ്പമില്ല. നമ്മൾ രണ്ടാളും ഇപ്പൊ സേഫ് ആണല്ലോ, അത് മതി. യാ, നമ്മൾ എപ്പോഴും സേഫ് ആയിരിക്കും. എന്നാലും ഒരു പേടി ഉണ്ടാവില്ലേ? അവരെന്തെങ്കിലും ചെയ്താലോ? എനിക്കെന്ത് സംഭവിച്ചാലും ഓക്കെ, പക്ഷെ ഇപ്പൊ താൻ എന്റെ കൂടെ ഉണ്ടല്ലോ. തനിക്ക് എന്തെങ്കിലും പറ്റുമെന്ന എന്റെ പേടി. ഐ മീൻ, അത് എന്താന്ന് വെച്ചാ അത് എനിക്ക് മാത്രമല്ല, നിനക്കൊന്നും ആവാൻ പാടില്ല. മുത്തശ്ശ, സീതമ്മ എത്ര മണിക്കാ വരിക? വന്നോളും മോളെ. ഇന്ന് ചിലപ്പോ ജോലി കുറച്ച് കൂടുതലായിരിക്കും. കുറച്ച് കഴിയുമ്പോ വരും. മോള് ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാൻ നോക്ക് കേട്ടോ. സീതമ്മ വരുന്നത് വരെ എനിക്ക് ഒന്നും വേണ്ട. സിഹിമോളെ, നിന്റെ അമ്മ വന്നോളും. അപ്പോഴേക്കും മോള് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നോ കേട്ടോ. ഇല്ല, സീതമ്മ വരുന്നത് വരെ ഞാൻ ഒന്നും കഴിക്കില്ല. മോളെ, അങ്ങനെയൊന്നും വാശി പിടിക്കില്ലേ. മോൻ മിടിക്കല്ലേ. മോളുടെ അമ്മ എങ്ങോട്ട് പോവാനാ? സീതമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാലോ? അതെന്താ മോളെ അങ്ങനെ പറയുന്നേ? സീതമ്മയ്ക്ക് എന്തു പറ്റാനാ? സീതമ്മയെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്താലോ? എനിക്ക് പേടിയാവുന്നുണ്ട് മുത്തശ്ശി. കിഡ്നാപ്പോ? അങ്ങനെയൊന്നും ആരും ചെയ്യില്ല മോളെ. ഈ കിഡ്നാപ്പും കിഡ്നി ബീൻസും ഒക്കെ കഥയിലും സിനിമയിലും ഒക്കെ മാത്രമല്ലേ. ശരിക്കുള്ള ജീവിതത്തില് കിഡ്നാപ്പൊന്നും ആരും ചെയ്യില്ല മോളെ. അപ്പൊ അന്ന് ആ ബാഡങ്കൾ എന്നെ കിഡ്നാപ്പ് ചെയ്തതോ? കണ്ടോ പാവം, ഈ പ്രായത്തിൽ തന്നെ ഈ കുട്ടി എല്ലാം കണ്ടില്ലേ. അവള് ചോദിക്കുന്ന ചോദ്യത്തിന് എങ്ങനെ ഉത്തരം കൊടുക്കുക? ജീവിതത്തില് എന്നും കഷ്ടപ്പാട് മാത്രാന്നാ കരുതുന്നേ. ജീവിതത്തിൽ അതിൻ്റെതായ സുഖങ്ങളുണ്ടെന്ന് ഇവൾക്ക് ആരോ ഒന്ന് കാണിച്ചു കൊടുക്കുക. വേഗം വാ സീതമ്മ. ഓക്കെ, ബൈ. ഡ്രൈവർ അവിടെ സേഫാണ്. എത്രയും പെട്ടെന്ന് കാർ അയക്കാന്ന് പറഞ്ഞു. ഐ എം റിയലി സോറി. ഞാൻ കാരണം താനും വെറുതെ ബുദ്ധിമുട്ടേണ്ടി വന്നു. ഞാൻ മാത്രമാണോ ഇപ്പൊ ബുദ്ധിമുട്ടിയത്? നിങ്ങൾക്കും ഇതേ ബുദ്ധിമുട്ടില്ലേ? അതും ഈ സിറ്റുവേഷനില് ഞാൻ കൂടെ ഉള്ളതിന്റെ എക്സ്ട്രാ ബേർഡൻ. നീ കൂടെയുള്ളത് എനിക്ക് എങ്ങനെയാ സീത ഒരു ഭാരമാകുന്നത്? യു ആർ മൈ സ്ട്രെങ്ത്. നിന്റെ കവിളില് കൺപീല് കണ്ടോ? ഇവിടെ ഇവിടെ ഇവിടെ. അങ്ങനെ കളയാൻ പാടില്ല. പിന്നെ അത് നമ്മൾ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കയ്യിൽ വെക്കണം. നിന്റെ മനസ്സിൽ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട് അതൊക്കെ മനസ്സിൽ കരുതിയിട്ട് എന്നൂതണം. ഞങ്ങളൊക്കെ എങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. സീരിയസ്ലി? നമ്മൾ എന്താഗ്രഹിച്ചാലും അതൊക്കെ നടക്കുന്നാണോ? അതൊന്നും അറിയില്ല, പക്ഷേ ഇതൊക്കെ ഒരു സന്തോഷല്ലേ. ഓക്കെ. ദൈവമേ, സീതയുടെയും സിഹിയുടെയും സ്നേഹം എനിക്ക് ലൈഫ് ലോങ് വേണം. ഇത് മാത്രമോ എൻ്റെ ആഗ്രഹം.
ഇനി ഊത്. ഓ, ലേറ്റ് ആയല്ലോ. ഈ മനുഷ്യനാണെങ്കിൽ ഇതുവരെ വന്നിട്ടുമില്ല. ഫോണിന്റെ ചാർജ് ആണെങ്കിൽ തീരാറുമായി. ഒരു മെസ്സേജ് അയച്ചു നോക്കാം. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്ന് കാണട്ടെ. എന്തൊക്കെ എമർജൻസി ഉണ്ടായാലും അതെല്ലാം പെട്ടെന്ന് തീർത്ത് എന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നേ പറ്റൂ. ഞാനിവിടെ കാത്തിരിക്കുന്നുണ്ട്. അയ്യോ, അമ്മയ്ക്ക് വിളിക്കാൻ വേറെ സമയമൊന്നും കിട്ടിയില്ലേ? ഹലോ, ആ പറയാമേ. ആ, ഭക്ഷണമൊക്കെ ഞാൻ എപ്പോഴേ കഴിച്ചു. ഇതൊന്ന് കേക്ക്. എന്റെ ഫോണിൽ ഇപ്പൊ ചാർജ് കുറച്ച് കുറവാമേ. 12% ഉണ്ടായിരുന്നു, ഇപ്പൊ 9% ഉള്ളൂ. ഞാൻ അമ്മയെ നാളെ വിളിച്ചാ മതിയോ? എന്ത് ആലോചനയോ? അയ്യോ അമ്മേ, എനിക്ക് ഒരാളുടെ ആലോചന വേണ്ടമ്മേ. ഞാൻ ഓൾറെഡി ഒരു ചെറുക്കനെ കണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പൊ അവൻ ആരാ, എന്താ, എവിടുന്നാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല. നോക്ക്, അവൻ ഇങ്ങോട്ട് വന്നതിന് ശേഷം എന്റെ ഫോണിൽ കുറച്ചെങ്കിലും ചാർജ് ഉണ്ടെങ്കിൽ ഞാൻ അമ്മയ്ക്ക് ഒരു സെൽഫി എടുത്തയക്കാം. ഇല്ലെങ്കിൽ ഞാൻ നാളെ അയച്ചു തരാം. അമ്മ ഇപ്പൊ പോയി ഇന്ന് വന്ന കല്യാണാലോചനയ്ക്ക് ഒന്ന് മുടക്കാൻ നോക്ക്. ഓക്കെ, ഞാൻ അമ്മയെ നാളെ വിളിക്കാം. ഓ, ഇവനിത് എങ്ങോട്ടാ പോയത്? ഇത്രയും നേരമായിട്ടും കാണുന്നില്ലല്ലോ. ഇനി ഇവനെങ്ങാനും എന്നോടെങ്ങനെ ഐ ലവ് യു പറയണ്ടേന്ന് എവിടെയെങ്കിലും നിന്ന് പ്രാക്ടീസ് ചെയ്യുമായിരിക്കോ? ഓ ഗോഡ്, ഫൈനലി എന്റെ ഡ്രീം ബോയ് എന്നോട് ഐ ലവ് യു എന്ന് പറയാൻ പോവാ. ഇമാജിനേഷൻ തന്നെ ഇത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാ. അപ്പൊ റിയാലിറ്റിയില് ഓ ഗോഡ്, സോ ബ്യൂട്ടിഫുൾ, so elegant, just looking like a wow. Sita, can I be yours? Can I be yours? കൊള്ളാല്ലേ? സൂപ്പർ ആയിട്ടുണ്ട്. ലേറ്റ് ആവുന്നുണ്ടല്ലേ? ഐ എം റിയലി സോറി. അത് സാരല്ല, സീ കാത്തിരിക്കില്ലേ, ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അതല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ശത്രുക്കളുണ്ടോ?
അന്ന് ഓഫീസിന്റെ അടുത്ത് വെച്ച് അങ്ങനെ സംഭവിച്ചു, ഇന്ന് ഇങ്ങനെ സംഭവിച്ചു. ബിസിനസ് നല്ലപോലെ മുന്നോട്ട് പോകുമ്പോ ശത്രുക്കളൊക്കെ ഉണ്ടാകുന്ന സാധാരണയല്ലേ? പക്ഷെ എനിക്കിത് ആരാണെന്ന് അറിഞ്ഞേ പറ്റൂ. ഹലോ സിഹി. ഹലോ സീതമ്മ, നീ എവിടെയാ സീതമ്മ? എന്താ നീ വീട്ടിലേക്ക് വരാത്തത്? എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. വാ പ്ലീസ്. സിഹി പ്ലീസ് കരയണ്ട, ഞാൻ വേഗം തന്നെ അങ്ങോട്ട് വരാം. നീ മുത്തശ്ശിയുടെ കൂടെ ഭക്ഷണം കഴിച്ച് അവിടെ തന്നെ ഉറങ്ങിക്കോളൂ കേട്ടോ. ഇല്ല, നീ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വാ സീതമ്മ. സിഹി പ്ലീസ് മോളെ. സീത, ഞാൻ സംസാരിക്കട്ടെ? ഹായ് സീകുട്ടാ. സീമോളെ, എന്താണെന്നോ സം എമർജൻസി. സീതം ഇപ്പൊ എന്റെ കൂടെയാ. നീ എത്രയും പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങാൻ നോക്കിയോ, സീതം എപ്പോഴേക്കും അവിടെ വരും. ഓക്കേ ഫ്രണ്ട്. സീതമ്മയുടെ കൂടെ നീയും ഉണ്ടെങ്കിൽ പിന്നെ എനിക്കൊരു പേടിയും ഇല്ല. എനിക്കറിയാം ഫ്രണ്ട്, സീതമ്മയ്ക്ക് ഒന്നും സംഭവിക്കാതെ നീ നോക്കൂ എന്ന് എനിക്കറിയാം. ഓക്കേ ഫ്രണ്ട്, ബൈ, ഗുഡ് നൈറ്റ്. ബൈ പൊന്നെ, ഗുഡ് നൈറ്റ്. ഹലോ. ഓക്കേ സീതമ്മ, ഞാൻ ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ നോക്കട്ടെ. ഗുഡ് നൈറ്റ്. ഓക്കെ സിഹി മോളെ, ഗുഡ് നൈറ്റ്. സീതമ്മ, നിനക്ക് ഓർമ്മയുണ്ടല്ലോ സ്മൈല്? ശരി, ഗുഡ് നൈറ്റ്. ബൈ സീതമ്മ, ഗുഡ് നൈറ്റ്. നോക്കിക്കേ, ഇത്രയും നേരം കരയായിരുന്നു. രാമന്റെ ശബ്ദം കേട്ടപ്പോ കരഞ്ഞ കാര്യം തന്നെ മറന്നുപോയി. അതെന്താ സ്മൈല്? ഒന്നുമില്ല, വിടെ. ഓ, എന്റെ അടുത്ത് എന്താ പറയാൻ പറ്റില്ലേ? അത്രയ്ക്ക് സീക്രട്ടാ? അയ്യോ, അതൊന്നും കൊണ്ടല്ല. സിഹി എന്നോട് പറയുവാ ഞാൻ അവളുടെ പ്രിൻസിപ്പളിനെ പോലെ ഉമ്മെന്ന് വെച്ചിട്ടാ മുഖം ഇരിക്കുന്നതെന്ന്. അതുകൊണ്ട് അവള് രാമനോട് പ്രാർത്ഥിച്ചു, രാമ പ്ലീസ് സീതമ്മയുടെ മുഖത്ത് ചെറിയൊരു സ്മൈലെങ്കിലും നിലനിർത്തണേന്ന്. അതോർത്തപ്പോ എനിക്ക് ചിരി വന്നേ ഉള്ളൂ. നിന്റെ മുഖത്ത് എപ്പോഴും ഈ ചിരി ഉണ്ടാവണം. ചിരിക്കുമ്പോ കാണാൻ എന്ത് ഭംഗിയാ. എടാ, കുഴപ്പമില്ലല്ലോ. ആർ യു ഓക്കെ? ഞാൻ ഓക്കെയാടാ, ഞാൻ ഓക്കെയാ. താൻ ഓക്കെയാണോ? യെസ് സർ, ഐ ആം ഓക്കെ. ഓക്കെ സാർ, ആ റെസ്റ്റോറൻറ്റിൽ സംശയാസ്പദമായിട്ടൊരാളെ നമ്മൾ കണ്ടില്ലേ? അവനെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചു സാർ. ബട്ട് അവൻ അവിടെ ഇല്ലായിരുന്നു. എങ്ങനെയോ രക്ഷപ്പെട്ടു. CCTV ഫുട്ടേജ് പരിശോധിക്കുന്നതിന് വേണ്ടി നമ്മുടെ വേറൊരു ടീം പോയിട്ടുണ്ട്. ഡോണ്ട് വറി സാർ, വി വിൽ ചേസ് ഹിം. ആ ഗാങ് ആരായാലും നമ്മൾ കണ്ടെത്തിയിരിക്കും. താങ്ക് യു സോ മച്ച് സർ. നിലവിൽ നിങ്ങൾ ഔട്ട് ഓഫ് ഡേഞ്ചർ ആണ് സാർ. എന്തുണ്ടെങ്കിലും ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തോളാം. താങ്ക് യു സോ മച്ച് സർ.
ശരിക്കും അവൻ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇത്ര നേരമായല്ലോ. ഇനി എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കോ? ശ്ശോ, ഈ സമയത്ത് ഫോണിന്റെ ടെൻഷൻ ആണെങ്കിൽ വേറെ. ഒരേ 1% ചാർജ് കൂടെ മിച്ചമുണ്ട്. ഇത് വെച്ച് അവനെ കോൾ ചെയ്യണോ അതോ ടേക്ക് കെയർ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കണോ അതോ ഇവിടെ തന്നെ കാത്തിരിക്കണോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ദൈവമേ. എന്തൊരു പൊട്ടത്തിയാ ഞാൻ. ഇറങ്ങുന്നതിന് മുമ്പേ നിങ്ങൾ ഇറങ്ങിയൊന്നൊന്ന് ഫോൺ വിളിച്ച് ചോദിക്കണ്ടേ പ്രിയ? വെറുതെ അണിഞ്ഞൊരുങ്ങി ഇങ്ങ് ഇറങ്ങിയാ മതിയോ? എന്നിട്ടിപ്പോ അവസാനം വെറുതെ കാത്തിരിക്കേണ്ടി വന്നു. ഇതും ഇന്ന് സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ. എല്ലാവരും വട്ടം ചേർന്ന് പണി തന്നതാണോ ഇന്നെനിക്ക്? സ്വീറ്റി, ഒന്ന് സ്റ്റാർട്ട് ആവ്. ഇന്നിനിപ്പോ നിന്നെ തള്ളിക്കൊണ്ട് പോണം ഞാൻ ഇവിടുന്ന്. കുറെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. അവളുടെ ഫീലിങ്സിന് എനിക്ക് കൃത്യമായി റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെയാണെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു. പറയാന്ന് വെച്ചാൽ ടെൻഷൻ കൊണ്ട് പറയാനും പറ്റിയില്ല. ചിലപ്പോൾ ദേഷ്യം തോന്നിയിട്ടുണ്ടാവും. ഇന്ന് കാണാൻ കഴിയില്ല, PG പോയിക്കോളം പറയണമായിരുന്നു. ലൊക്കേഷൻ ഇത് തന്നെയല്ലേ? ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ. ഇവിടെ ഉണ്ടാവേണ്ടതാണല്ലോ. ദേഷ്യം പിടിച്ച് പോയിട്ടുണ്ടായിരിക്കോ? കോൾ ചെയ്ത് നോക്കാലോ. സ്വിച്ച് ഓഫ്.